എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, പോഷൻ മിഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും 2 സാമൂഹികാധിഷ്ഠിത പരിപാടികൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കാറുള്ളത്. അങ്കണവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള CBയിൽ അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെ പങ്കെടുപ്പിക്കുന്ന സമയം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി അവരിലേക്ക് എത്തണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പോഷകഭാഷ എന്ന ചാനലിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ആ പ്രവർത്തനത്തിൻ്റെ രൂപരേഖയും വിഷയങ്ങളും തീമും അതിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ളടക്കങ്ങളോടുകൂടി എല്ലാ മെറ്റീരിയൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ടീച്ചേഴ്സിനാണ് ഇത്തരത്തിൽ ഒരു CB നടത്തുന്നതിന് 250 രൂപ അനുവദിച്ച് വരുന്നത്. എന്നാൽ ഇതിനൊരു മാനദണ്ഡമുണ്ട്, കൃത്യമായി നമുക്ക് അറിയാവുന്നതാണ്. അങ്കണവാടി തലം കേന്ദ്രീകരിച്ചുകൊണ്ട് അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെ ആ പരിപാടികളിൽ നമ്മൾ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണങ്ങൾ നടത്തി അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാലും ടീച്ചർ യഥാസമയം റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് പതിച്ച് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഈ സാഹചര്യത്തിലും അനുവദിച്ചു വരുന്ന തുകയ്ക്ക് മുടക്കം വരും. കാരണം പോഷൻ ട്രാക്കർ എന്ന നമ്മുടെ ആപ്ലിക്കേഷനകത്താണ് നിങ്ങൾ ആദ്യം തന്നെ ഈ CBയുടെ എൻട്രി വരുത്തേണ്ടത്. കൃത്യമായ തീമിലും തീയതിയിലും തന്നെ നിങ്ങൾ ഈ പറയുന്ന പോഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തലുകൾ യാഥാർത്ഥ്യമാവുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് വരുന്ന സമയം, CBയുടെ തുക അനുവദിച്ച് വരുന്ന സമയം നമ്മുടെ പേരുകൾക്ക് ഇടം പിടിക്കുകയുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ CBയുടെ മാർക്കിംഗ് കൃത്യമല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ വരുന്ന സമയം നമ്മളുടെ അങ്കണവാടിയുടെ ലിസ്റ്റ് അവിടെ കാണാതെ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് 3 മാസങ്ങളിലെ CB നമ്മൾക്കിപ്പോൾ വൈകിയിട്ടുണ്ട്. അതിനുശേഷം ജൂൺ മാസം, ജൂലൈ മാസം, ഇനി അടുത്ത ക്വാർട്ടറിലേക്കാണ് ഫണ്ടുകൾ വരിക. അപ്പോൾ ആദ്യം വരുന്ന ക്വാർട്ടറിനെ അടിസ്ഥാനപ്പെടുത്തി മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ് എന്നിങ്ങനെ 3 മാസങ്ങളിലെ CBയുടെ തുകയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലെയും എല്ലാ അങ്കണവാടികളിലേക്കും എത്തിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ ലിസ്റ്റിൽ പലപ്പോഴും നമ്മൾ അങ്കണവാടിയുടെ പേരുകൾ തന്നെ കാണില്ല. ഇത് പ്രൊജക്റ്റ് വൈസ് ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് അങ്കണവാടിയുടെ പേരില്ല. കൃത്യമായി പ്രൊജക്റ്റ് തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹതാ പട്ടികയിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അതായത് കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരുകൾ ഉണ്ടാവും. ഏതൊക്കെ മാസങ്ങളിലാണോ CB കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ അനുസരിച്ച് കൊണ്ടുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ എത്തും. അതിനുള്ള ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മാത്രമാണ് ഇപ്പോൾ ഫണ്ട് വന്നിട്ടുള്ളത്. ഇനി ജൂൺ മാസത്തെ നമുക്ക് CB നടത്തിയിട്ടില്ല. ജൂലൈ മാസത്തിലും CB നടത്തിയിട്ടില്ല. ഇനി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഒരു CB ആണ് നമ്മൾ നാളിതുവരെ നടത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അനുവദിച്ച് വന്നിട്ടുള്ളത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മാത്രമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള 2 മാസങ്ങളിലും നമ്മൾ CB നമ്മൾക്ക് അതിനുള്ള നിർദ്ദേശം വന്നിട്ടില്ല, നമ്മൾ നടത്തിയിട്ടില്ല. അത് നമ്മൾക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ ലഭ്യത കുറവനുസരിച്ച് കൊണ്ടാണ് ആ 2 മാസങ്ങളിൽ CB ഇല്ലാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള 3 മാസങ്ങൾ, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ തുക, അതിൽ 2 CB വീതം 6 CB മുഴുവനായി നടത്തിയവർക്ക് 1500 രൂപ ഉടനെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തും. CB നടത്താത്തവർക്ക് അതിനനുസരിച്ചുള്ള തുക മാത്രമേ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള CB എങ്കിലും കൃത്യമായി നടത്തുന്ന സമയം പോഷൻ ട്രാക്കറിലേക്ക് കൂടി അനുവദിച്ചു വരുന്ന വിഷയത്തിലും തീയതിയിലും ഊന്നിക്കൊണ്ട് മാർക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.